ലാഭത്തിലായ ജില്ലാ ബാങ്കുകളെ കൊണ്ടുപോയി നഷ്ടത്തിലായ സംസ്ഥാന ബാങ്കിൽ കൊണ്ട് ലയിപ്പിച്ചു. കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ കക്ഷത്തിൽ കൊണ്ട് വെച്ചു കൊടുത്തു തല. ഇപ്പൊ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോ സംസ്ഥാന ബാങ്കിന്റെ പ്രസിഡന്റ് പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ കേരള ബാങ്കിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ തൃശൂർ ജില്ലാ ബാങ്കും തിരുവനന്തപുരം ജില്ലാ ബാങ്ക് ആ രണ്ട് ബാങ്കിനെ ടേക്ക് ഓവർ ചെയ്ത് ഒരു 3 കൊല്ലത്തെ ഒരു വിഷയമുള്ള ബാങ്കിന് ഈസിയായിട്ട് ആ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞത് ശരിയായി. ആ ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ചത് തെറ്റായ തീരുമാനമാണ്. ഒരു ക്രൈസിസ് വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത്. 2, മൂന്നാമത് എല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇവര് കത്തിട്ട് നമ്മൾ ഒരുമിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരു മര്യാദ വേണ്ടേ? പത്തനംതിട്ട ജില്ലയിൽ ഞാൻ മുഖ്യമന്ത്രി എന്ന വേദിയിൽ പറഞ്ഞു 18 ബാങ്കുകളാണ് പിടിച്ചെടുത്തത്. UDF ബാങ്കുകൾ ഇപ്പൊ 19 ബാങ്കുകളാണ് പിടിച്ചെടുത്തത്. ബാങ്ക് പിടിച്ചെടുക്കുകയാണ്. വ്യാജ കാർഡുണ്ടാക്കി പോലീസിന്റെ സഹായത്തോടു കൂടി ഗുണ്ടായുസം കാണിച്ച് ബാങ്ക് പിടിച്ചെടുക്കുകയാണ്. അത് മര്യാദയാണോ? ബാങ്ക് പിടിച്ചെടുക്കുന്നത് ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത്. അപ്പൊ അതിന് ഒരുമിച്ച് നിൽക്കില്ല. 4ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവര് എല്ലാ സ്ഥലങ്ങളിലും കുഴപ്പമാണെന്ന് പറയാണ്, വരുത്തി തീർക്കുകയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 292 ബാങ്കുകൾ പ്രശ്നമാണ്. അത് 204 ബാങ്ക് UDFന്റെ ബാങ്കാണ്. ഞാൻ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്? RCS ഒരു റിപ്പോർട്ട് കൊടുക്കുമോ? UDF ബാങ്ക് LDF ബാങ്ക് എന്ന് പറയുന്ന റിപ്പോർട്ട് കൊടുക്കുമോ? കൊടുക്കൂലല്ലോ, കൊടുക്കാൻ പറ്റില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത് മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടാക്കിയതാ. പക്ഷെ അതിന്റെ മെസ്സേജ് എന്താണ്? പൊട്ടത്തിനാണ് കാണിച്ചത്, ബുദ്ധിയില്ലായ്മയാണ്. കേരളത്തിൽ 300ഓളം ബാങ്കുകൾ പ്രതിസന്ധിയിലാണ് എന്ന് വന്നാൽ അതിന്റെ ഇമ്പാക്ട് എന്താണ്? ബാക്കിയുള്ള ബാങ്കിലേക്ക് കൂടി അത് ബാധിക്കും. അപ്പൊ ക്രൈസിസ് വരുമ്പോ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ചെയ്യുന്നു. ആ ബാങ്കിലെ നിക്ഷേപകർക്കും 1 രൂപ നഷ്ടപ്പെടില്ല, ഞങ്ങൾ കൊടുക്കും, ഇത്രയും ദിവസം കൊണ്ട് കൊടുക്കും, പറയുന്ന ദിവസം കൊണ്ട് കൊടുക്കും. അപ്പോഴാണത് ആ ഒരു ക്രെഡിബിലിറ്റി വരുന്നത്. ഇത് അതിന് പകരം ഞങ്ങളുടെ ബാങ്ക് കട്ടുമുടിച്ചു, അതുകൊണ്ട് മൊത്തം 300 ബാങ്ക് കട്ടുമുടിച്ചതുണ്ട്, അതിൽ 204 ബാങ്ക് UDFന്റെ ബാങ്കാണ്. അപ്പൊ 300 ബാങ്ക് കുഴപ്പത്തിലാണെന്ന് ഗവൺമെന്റ് തന്നെ സമ്മതിക്കാം. വിഡ്ഢിത്തരമാണ്. 2, ഈ അഴിമതിയും പ്രൊസീജിയർ ഇറഗുലാരിറ്റിയും 2 ഇപ്പൊ നിങ്ങൾ ഏത് ബാങ്കിൽ പോയി പരിശോധിച്ചാലും ഒരു പ്രൊസീജിയർ ഇറഗുലാരിറ്റി നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും, ഇല്ലേ? പല തോതിലുള്ളത്, മൈനർ മേജറായിട്ട്. എത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ബാങ്കിൽ പോയാലും നിങ്ങൾക്ക് അറിയാലോ പണി. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വേണം എന്ന് കരുതിയാൽ, അല്ലെങ്കിൽ ശരിയായ ഒരു പരിശോധന, ജെന്യുവിനായിട്ടൊരു പരിശോധന നടത്തിയാൽ ഒരു ഇറഗുലാരിറ്റി ഉണ്ടാവും, 1 അല്ല 10 ഉണ്ടാവും, ഇല്ലേ? അപ്പൊ സാധാരണ എന്ത് ചെയ്യുന്നത്? ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അത് കറക്റ്റ് ചെയ്യിപ്പിക്കും, കറക്റ്റ് ചെയ്യാൻ പറയും. അതല്ലേ ചെയ്യേണ്ടത്. പ്രൊസീജിയർ ഇറഗുലാരിറ്റി വന്ന പണം അടിച്ചു വരുന്ന വേറെയാണ്, അഴിമതിയാണ്. പ്രൊസീജിയർ ഇറഗുലാരിറ്റിയും അഴിമതി 2 ഇതിപ്പോ മൊത്തം കൺഫ്യൂഷൻ ആക്കുകയാണ്. എല്ലാ ബാങ്കും കുഴപ്പമാണെന്ന്, പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉള്ള ബാങ്കും കുഴപ്പമാണെന്ന് പറയാം.